ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇത് അറ്റോമിക് ഓർബിറ്റ് 1s ആണ്. അത് അടുത്ത ആറ്റത്തിന്റെ 1s. ഇനി ഇപ്രകാരം വരയ്ക്കുമ്പോൾ ഇവിടെ നിർബന്ധമാണ് എനർജി കാണിക്കണം, എനർജി ഇൻക്രീസിങ് കാണിക്കണം. ഇത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, ഇത് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഓക്കെ. അപ്പോൾ ഇതിൽ അകത്തിരിക്കുന്ന ഇലക്ട്രോൺ നമ്മൾ ഫില്ല് ചെയ്യുന്നതൊക്കെ ഏത് പ്രകാരം തന്നെയാണ്? ആറ്റത്തിലെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് അറ്റോമിക് ഓർബിറ്റിൽ ചെയ്യുന്ന മാതിരി ഓഗോ പ്രിൻസിപ്പിൾ, എനർജി കുറവുള്ള ഓഗോ പ്രിൻസിപ്പിൾ പ്രകാരം പറഞ്ഞാൽ AUF BAU. ഓഗോ പ്രിൻസിപ്പിൾ അതായത് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ ഷുഡ് ടേക്ക് പ്ലേസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി. ഇത് താഴെ എനർജി കുറവ്, അതിനുശേഷം എനർജി കൂടുതലേക്ക് ഫില്ല് ചെയ്യാം, വീണ്ടും എനർജി കൂടുതലുള്ള ഫില്ല് ചെയ്യാം. സോ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി, ഇലക്ട്രോൺ ഷുഡ് ബി പ്ലേസ്ഡ് ഫോർ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ in the molecular orbital should be in the order of increasing or should be in the increasing order of energy. അതാണ് ഓഫ് ബോ എന്ന് പറഞ്ഞാൽ ബിൽഡപ്പ് എന്നാണ് പറയുന്നത്. ബിൽഡപ്പ് ചെയ്യേണ്ടത്, ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് ഇൻക്രീസിംഗ് ഓർഡറിലാണ്. രണ്ട്, സ്പിന്ന് ഇതിന് ക്ലോക്ക് വൈസ് ആണ് സ്പിന്നിങ്, ആന്റി ക്ലോക്ക് വൈസ് ഉള്ള സ്പിന്നായി ഉള്ള ഇലക്ട്രോൺ ആയിരിക്കണം. അതാണ് ഹൻസ് ഈ പറയുന്ന നമുക്ക് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾസ്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും പറയുന്നത് ഇലക്ട്രോൺ എന്താ പറയുന്നത് ഇരിക്കുന്നത് ഓപ്പോസിറ്റ് സ്പിന്നുള്ളവരായിരിക്കണം അല്ലേ. ഇലക്ട്രോൺ അറ്റോമിക് ഓർബിറ്റൽ, ദ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഷുഡ് കണ്ടെയ്ൻ ഇലക്ട്രോൺസ് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ. നമുക്ക് ക്വാണ്ടം നമ്പേഴ്സിന്റെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പോളിസ് എക്സ്ക്ലൂഷൻ എന്താ പറയുന്നത്? നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് ഓൾ ദ 4 ക്വാണ്ടം നമ്പേഴ്സ് എന്നാ പറയുന്നത്. നമുക്ക് ഇവിടെ സ്പിൻ നോക്കിയാൽ മതി. 3 പറയുന്നത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആട്ടോ. എന്താണ് ഹൺസ് റൂൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ പേര് നടക്കേണ്ടത് നമ്മൾ നേരത്തെ പൈ ഇത് കാണിച്ചില്ലേ, ഒരേ ലെവലിൽ ഇരിക്കുന്നത് പൈ ടു പി എക്സും പൈ ടു പി വൈ ഒക്കെ പറഞ്ഞില്ലേ. അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഒന്ന് ഇതിലേക്ക് ഫില്ല് ചെയ്യണം, പിന്നെ പേരിങ് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരേ എനർജി ഉള്ളത് കൊണ്ട് ഇവരിന് ഫില്ല് ചെയ്യണം, അതിനുശേഷം മാത്രമേ പെയറിംഗ് നടക്കാൻ പാടുള്ളൂ. സോ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ മോളിക്കുലർ ഓർബിറ്റൽ does not contain until each orbital is singly occupied. എല്ലാം സിംഗിൾ ആയി ഒക്കുപ്പതിന് ശേഷം മാത്രമേ പെയറിംഗ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഒറ്റയടിക്കൂടെ പേര് പോകരുത്. 3 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 1 2 ഇങ്ങനെ ചെയ്താൽ തെറ്റാണ്. എപ്രകാരം ചെയ്യണം? 1 2 3 ഇങ്ങനെ ചെയ്യണം എന്നാ പറയുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളത്. കൂടാണ്ട് ഇതിലിരിക്കുന്ന ഇലക്ട്രോണുകളെ ഇത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ അല്ലേ, സൈ ബി എന്നാണ് പറഞ്ഞത്. ഇത് സൈ എ ആണ്, സൈ ബി എന്ന് പറയുന്നു അല്ലേ. അതിന്റെ അകത്തുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോണുകളെ നമ്മൾ കാണിക്കുന്നത് Nb. So where Nb is the number of bonding electron, number of electron present in the bonding molecular orbital. Number of electron present in the bonding molecular orbital ആണ് Nb. ഇനി Na കാണിക്കുകയാണെങ്കിൽ number of electron present in the ഈ ഓർബിറ്റലാണ് ആന്റി ബോണ്ടിങ്. അപ്പൊ Na എന്ന് കണ്ടു കഴിഞ്ഞാൽ മറന്നു പോരുത്, നമ്പർ ആണ് കാണിക്കുന്നത് ആരുടെ ഇലക്ട്രോണുകളെ എവിടെ ഇരിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ AMO. ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം Na. അപ്പോൾ Na എന്താണ് ഉദ്ദേശിക്കുന്നത്, Nb എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ, മറന്നു പോരുത്. ഇനി നമുക്കതിന്റെ സ്റ്റെബിലിറ്റി, molecular stability of a molecule on the basis of Nb and Na. ഈ Nb Na വെച്ചിട്ട് ഒന്നാമത് നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് കൂടുതലാണ്, ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസിനേക്കാൾ കൂടുതലാണ് ഇലക്ട്രോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ BMO-യിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം AMO-നേക്കാൾ കൂടുതലാണെങ്കിൽ ബോണ്ടിങ് അല്ലേ നടക്കുന്നത്, കൂടുതൽ ഇലക്ട്രോൺ ഇരിക്കുന്നത്. അതുകൊണ്ട് മോളിക്യൂള് സ്റ്റേബിൾ മോളിക്യൂൾ ആയിരിക്കും. അപ്പൊ മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി പറയാം നമുക്ക്. മോർ സ്റ്റേബിൾ എന്നാൽ ലെസ് എനർജി, വളരെ കുറവ് എനർജി ആയിരിക്കും. അപ്പൊ സ്റ്റെബിലിറ്റി ക്യാൻ ബി എക്സ്പ്ലെയിൻഡ്, or stability of a molecule can be explained on the basis of number of bonding electrons and number of anti-bonding electrons, or electron present in bonding molecular orbital or electron present in anti-bonding molecular orbital. Nb ലാണ് കൂടുതലെങ്കിൽ മോളിക്യൂൾ സ്റ്റേബിൾ ആണ്, എനർജി കുറവ്. 2 Nb ഗ്രേറ്റ് ലെസ് ദാൻ Na കണ്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ വാ പൊളിച്ചിരിക്കുന്നവർ ഇവിടെയല്ലേ. അപ്പൊ Na കൂടുതൽ ഇലക്ട്രോൺ എങ്കിൽ ആന്റി ബോണ്ടിങ്ങിലാണ് ഇലക്ട്രോൺ കൂടുതലെങ്കിൽ
അവിടെ ബോണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അൺസ്റ്റേബിൾ ആ മോളിക്യൂൾ അൺസ്റ്റേബിൾ. മൂന്നാമത്തെ കണ്ടീഷൻ എൻ ബി ഈക്വൽ ടു എൻ എ, ക്യാൻസൽ ആയി പോകും, 0 ആയി പോകും അല്ലേ. അപ്പോൾ രണ്ട് എൻ ബിയിലെ ബോണ്ടിങ് മോളിക്യൂൾ ഓർബിറ്റലിലെ ഇലക്ട്രോണിന്റെ എണ്ണവും ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലിലെ ഇലക്ട്രോണിന്റെ എണ്ണവും ഈക്വൽ ആണെങ്കിൽ അതും അൺസ്റ്റേബിൾ തന്നെയാണ്. അൺസ്റ്റേബിൾ. അപ്പോൾ സ്റ്റേബിൾ ആകുന്ന കണ്ടീഷൻ എന്താണ്? എൻ ബിയിൽ കൂടുതൽ ഇലക്ട്രോൺസ്, മോളിക്യുലർ ഓർബിറ്റൽ ഡയഗ്രം വരയ്ക്കുമ്പോൾ എൻ ബിയിലാണ് കൂടുതൽ ഇലക്ട്രോൺസ് എങ്കിൽ അവിടെയാണ് ആ മോളിക്യൂൾ സ്റ്റെബിലിറ്റി പറയുന്നത്, മോർ സ്റ്റേബിൾ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് അടുത്ത ടേം? സ്റ്റെബിലിറ്റി പറഞ്ഞു ഈ എൻ ബിയുടെയും എൻ എയുടെ അടിസ്ഥാനത്തിൽ. അടുത്ത വാട്ട് ഇസ് ബോണ്ട് ഓർഡർ? ബോണ്ട് ഓർഡർ എന്ന് പറയുന്ന ടേം, ഈ ബോണ്ട് ടേം ഉപയോഗിക്കുന്നത് ടു എസ്റ്റിമേറ്റ് ദ stability, relative stability of a bond. The bond order is the term used for estimating the relative stability of bonds. ബോണ്ടുകളുടെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി, ഒന്ന് മറ്റു ബോണ്ടിനെ വെച്ച് നോക്ക്, ഒരു ബോണ്ട് അടുത്ത മോളിക്യുലർ ബോണ്ട്, അങ്ങനെ ബോണ്ടുകൾ പരസ്പരം റിലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ റിലേറ്റീവ്, ദിസ് ഈസ് ഫോർ ബോണ്ട് ഓർഡർ ഈസ് ദ ടേം യൂസ്ഡ് for estimating the relative stability of bonds. The definition പറയുന്നുണ്ട്, bond order BO, bond order is the half the difference between the number of electrons in the bonding molecular orbital, and the number of electrons in the anti-bonding molecular orbital. For definition, what is the important bond order? Definition is half the difference. Difference minus half the difference between the bonding electrons, number of bonding electrons, and the number of anti-bonding electrons. Bond order is defined as half the difference between the number of electrons in the bonding molecular orbital and the number of electrons in the anti-bonding molecular orbital. ഇതാണ് ബോണ്ട് ഓർഡറിന്റെ ഡെഫിനിഷൻ. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ബോണ്ടുകളുടെ റിലേറ്റീവ് സ്റ്റെബിലിറ്റിയെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കണം. ബോണ്ട് ഓർഡറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഗ്രേറ്റർ ദ വാല്യൂ ബോണ്ട് ഓർഡർ ഗ്രേറ്റർ ദ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ മോർ സ്റ്റേബിൾ ആയിരിക്കും, മോളിക്യൂൾ വിൽ ബി മോർ സ്റ്റേബിൾ. ബോണ്ട് ഓർഡർ 2, ബോണ്ട് ഓർഡർ 3, ബോണ്ട് ഓർഡർ 4 എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ 3 അവരൊക്കെ നമ്മൾ പഠിക്കുന്നത്. ബോണ്ട് ഓർഡർ 3 എന്ന് പറഞ്ഞാൽ അത് കൂടുതലാണ്, ബോണ്ട് ഓർഡർ 1നേക്കാൾ കൂടുതലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റിയെ പറയാം നമുക്ക്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് പറയാം അല്ലേ, അതുകൂടെ പോസിറ്റീവ് വാല്യൂ ഓഫ് ബോണ്ട് ഓർഡർ ഇൻഡിക്കേറ്റ്സ്. അപ്പോൾ ആ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. ചിലപ്പോൾ മൈനസ് കാൽക്കുലേഷൻ നമുക്ക് ചെയ്തപ്പോൾ മൈനസ് കിട്ടാം. അങ്ങനെ കേസിൽ മൈനസിന് നമ്മൾ അൺസ്റ്റെബിലിറ്റിയാണ്. പോസിറ്റീവ് വാല്യൂ അത് മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ പറയുന്നു. അപ്പോൾ മോളിക്യൂൾ സ്റ്റേബിൾ ആണ്, സ്റ്റെബിലിറ്റി മോർ സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ സ്റ്റേബിൾ ആയിരിക്കും. പോസിറ്റീവ് വാല്യൂ ഓഫ് എന്താ പറയുന്നത്? ബോണ്ട് ഓർഡറിന്റെ. രണ്ടാമത്തത് പോസിറ്റീവ് വാല്യൂ കാണിക്കുന്നത് മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. ഇനി ഗ്രേറ്റർ ദ ബോണ്ട് ഓർഡർ ഗ്രേറ്റർ ആണ്. ഓരോ കേസിൽ 1 ആണ്, അടുത്ത കേസിൽ 2 ആണെങ്കിൽ കൂടുതലുള്ളത് 2. ഗ്രേറ്റർ ദ ബോണ്ട് ഓർഡർ ആണെങ്കിൽ ദ ബോണ്ട് എന്താണ് എനർജി, ബോണ്ടിന്റെ എനർജി കൂടുതലാണ്. രണ്ടാറ്റങ്ങൾ തമ്മിൽ ഉള്ള ബോണ്ടുകളുടെ എണ്ണമാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് ബോണ്ട് ഓർഡർ 1 ഈ കേസിൽ ബി നോക്കുക. ബോണ്ട് ഓർഡർ 2 ഇവിടെ ബോണ്ട് ഓർഡർ 2 ആണ്. ബോണ്ട് ഓർഡർ നമ്പർ ഓഫ് ബോണ്ട്സ് ആണ്. ഇവിടെ എത്ര ബോണ്ട് ഉണ്ട്? ബിക്കും ബിക്കും ഇടയിൽ എത്ര ഉണ്ട്? 2. ഇവിടെ എക്കും ഇടയിൽ ബോണ്ട് ഓർഡർ എത്രയാണ്? 1. അപ്പോൾ ബോണ്ട് ഓർഡർ സിംപ്ലി നമുക്ക് പറയാം the number of bonds between the atoms within the molecule. മോളിക്യൂളിന്റെ അകത്തുള്ള ആറ്റങ്ങളിടയിലുള്ള ബോണ്ടുകളുടെ എണ്ണത്തെ നമുക്ക് ബോണ്ട് ഓർഡർ എന്ന് പറയാം. ബോണ്ട് ഓർഡർ ഈസ് ദ എന്താ പറയുന്നത്? സിംപ്ലി ഇൻഡിക്കേറ്റ്സ് the number of bonds exist അല്ലേ, number of bonds between the atoms within the molecule ആണ് ബോണ്ട് ഓർഡർ. ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ അതും പറഞ്ഞോളൂ നിങ്ങൾ. നിർബന്ധമായിട്ട് ഇത് പറയണം. ഫസ്റ്റ് പറയുന്നത് ബോണ്ട് ഓർഡർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഹാഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ ആൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ, ഓർ സിംപ്ലി ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ദ ആറ്റംസ് വിതിൻ എ മോളിക്യൂൾ അത് പറയാം. അപ്പോൾ പോസിറ്റീവ് വാല്യൂ എപ്പോഴും സ്റ്റെബിലിറ്റി കാണിക്കുന്നു. ഗ്രേറ്റർ ബോണ്ട് ഓർഡർ ഗ്രേറ്റർ ബോണ്ട് ഓർഡർ ആണെങ്കിൽ ബോണ്ട് എനർജി കൂടും,
അതുകൊണ്ട് ബോണ്ടിനെ ഡിസോസിയേറ്റ് ചെയ്യാനും നമുക്ക് എനർജി കൊടുക്കണം. ആൻഡ് ഹെൻസ് എന്താണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യാനും നമുക്ക് എനർജി കണ്ടെത്താൻ വേണം അല്ലേ, ബോണ്ട് എനർജി കൂടുതലായതുകൊണ്ട്. അപ്പൊ നമുക്ക് പറയാം മൂന്നാമത്തെ കേസ് എന്തായിരിക്കും, നമുക്ക് ബോണ്ട് ലെങ്ത്. ഇപ്പൊ നോക്കാം ഈ കേസിൽ ബോണ്ട് ലെങ്ത് അല്ലെങ്കിൽ കാർബൺ കാർബൺ നോക്കാം. സിംഗിൾ ബോണ്ട്, കാർബൺ കാർബൺ, ഡബിൾ ബോണ്ട്, കാർബൺ കാർബൺ, ട്രിപ്പിൾ ബോണ്ട്. കണ്ടോ 3 ബോണ്ട് വന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഈ രണ്ട് ആറ്റവും തമ്മിൽ അടുത്തിരിക്കും. ഇവിടെയാണെങ്കിലും ഒത്തിരി അകന്നിരിക്കും. ഏറ്റവും കൂടുതൽ എന്താണ് ലെങ്ത് എവിടെയാണ്, സിംഗിൾ ബോണ്ട്. കണ്ട രണ്ടും ഇതാണ് സെയിം ആറ്റമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെയും സെയിം ആറ്റമാണ്. ഇവിടുത്തെ ബോണ്ട് ഓർഡർ എന്താണ് 1 ആണ്. ഇവിടുത്തെ ബോണ്ട് ഓർഡർ എത്ര, രണ്ടാറ്റങ്ങളുടെ ഇടയിലുള്ളത് 2 ആണ്. ഇവിടുത്തെ ബോണ്ട് ഓർഡർ എത്രയാണ്, നമ്പർ 3 ആണ് ബോണ്ട് ഓർഡർ. കണ്ടോ ബോണ്ട് ഓർഡർ കൂടുമ്പോൾ എന്താണ് ബോണ്ട് ലെങ്ത്, ഈ രണ്ടാറ്റങ്ങൾ തമ്മിലുള്ള ലെങ്ത് അല്ലേ ബോണ്ട് ലെങ്ത്, അത് കുറഞ്ഞിരിക്കും. കണ്ടോ അത്രയും ഫോഴ്സ് ഉള്ളവർ 3 പേരും തമ്മിൽ ഭയങ്കര സ്ട്രെങ്ത് കൂടി. അപ്പോൾ ബോണ്ട് ഓർഡർ എന്താ പറയുക, ബോണ്ട് ഓർഡർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു എന്താണ്, ബോണ്ട് ഓർഡർ കൂടിയാൽ ബോണ്ട് ലെങ്ത് കുറയും. ബോണ്ട് ലെങ്ത് കണ്ടോ ബോണ്ട് ഓർഡർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്നാൽ പ്രൊപ്പോർഷൻ സൈഡിന്റെ 1/, എന്നാലും ഇൻവേഴ്സ്ലി എന്ന് പറയുള്ളൂ. ബോണ്ട് ഓർഡർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു 1/BL എന്ന് വായിക്കാൻ പാടില്ല. ബോണ്ട് ഓർഡർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു BL ബോണ്ട് ലെങ്ത്. ബോണ്ട് ഓർഡർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു പറയുകയാണെങ്കിൽ 1/BL എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറയും. അല്ലാതെ ഇൻവേഴ്സ്ലി ആണെങ്കിൽ ബോണ്ട് ഓർഡർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു BL. അവിടെ 1 എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പറയുമ്പോൾ 1/, പറയുന്നത് കേട്ടോ. ബോണ്ട് ഓർഡർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ പറയുമ്പോൾ ഡയറക്ട്ലി പറയുമ്പോൾ 1/BL പറയണം. ഇൻവേഴ്സ്ലി പറയുമ്പോൾ 1/, പറയുന്നത് ബോണ്ട് ഓർഡർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ബോണ്ട് ലെങ്ത്. ഓക്കെ, നാലാമത്തത് എന്താണ്, ഇതൊക്കെ സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. ഇന്റഗ്രൽ വാല്യൂ ഓഫ് ബോണ്ട് ഓർഡർ. അപ്പോൾ ആ ആറ്റത്തിന് ഞാൻ പറഞ്ഞില്ലേ ബോണ്ട് ഓർഡർ വാല്യൂ 1, ഇന്റഗ്രൽ വാല്യൂ 2, 3. ഇപ്പോൾ ബോണ്ട് ഓർഡർ 1, ബോണ്ട് ഓർഡർ 2, ബോണ്ട് ഓർഡർ 3. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ബോണ്ട്സ് ആണ് പറഞ്ഞത് നേരത്തെ. സിംപ്ലി ബോണ്ടുകളുടെ എണ്ണത്തെയാണ് ഈ ഇന്റഗ്രൽ വാല്യൂ കാണിക്കുന്നത്. സോ ഇന്റഗ്രൽ വാല്യൂ ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ബോണ്ട്സ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ ദ 2 ആറ്റംസ്. ബോണ്ട് ഓർഡർ 2 എന്ന് പറഞ്ഞ ഇന്റഗ്രൽ വാല്യൂ ആണെങ്കിൽ എന്താ പറയുന്നത്, നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ 2 കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 2 കാർബൺ ആറ്റം ഓൺലി സിംഗിൾ ബോണ്ട് എക്സിസ്റ്റ്. ഇത്രയുമാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ബോണ്ട് ഇവിടെ നാലാമത്തെ എന്താ പറയുന്നത്, ഇന്റഗ്രൽ വാല്യൂ അല്ലെ. ഈ ഇന്റഗ്രൽ വാല്യൂ ഓഫ് ബോണ്ട് ഓർഡർ എന്താണ്, indicates the number of bonds present അല്ലേ, number of bonds present. ഇപ്പോൾ ഇതൊക്കെയാണ് സിഗ്നിഫിക്കൻസ്. പോസിറ്റീവ് വാല്യൂ ആണ് കാൽക്കുലേഷൻ ചെയ്ത് കിട്ടുമെങ്കിൽ മോളിക്യൂൾ സ്റ്റേബിൾ ആയിരിക്കും. ബോണ്ട് ഓർഡർ ഗ്രേറ്റർ വാല്യൂ ആണ് കിട്ടുന്നത് 2, 3 അങ്ങനെ കിട്ടുകയാണെങ്കിൽ, കൂടുതൽ ബോണ്ട് ഓർഡറിന്റെ വാല്യൂ കിട്ടുകയാണെങ്കിൽ ആ ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്, സോ ബോണ്ട് എനർജി കൂടുതലാണ്. ആൻഡ് ഹെൻസ് ഡിസോസിയേറ്റ് ചെയ്യാനും പാടത്രയും ബോണ്ട് ഡിസോസിയേറ്റ് എനർജി കൂടും അല്ലേ. 3 ബോണ്ട് ഓർഡർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ബോണ്ട് ലെങ്ത്. ബോണ്ടുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവ അടുത്തടുത്തേക്ക് ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ബോണ്ട് ലെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. പിന്നെ ഈ ഓരോ ബോണ്ട് ഓർഡറിന്റെ വാല്യൂ 1, 2, 3 എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടിനെ കാണിക്കുന്നു. നമ്പർ ഓഫ് ബോണ്ട് ഓർഡർ 2 ബിറ്റ്വീൻ 2 ആറ്റംസ് ആണെങ്കിൽ അത് എന്താണ്, ആറ്റങ്ങളുടെ 2 ഡബിൾ ബോണ്ടാണ്, മറ്റേത് ട്രിപ്പിൾ ബോണ്ട്. ഇതൊക്കെയാണ് ബോണ്ട് ഓർഡറിന്റെ സിഗ്നിഫിക്കൻസ്. വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് ഈ ബോണ്ട് ഓർഡർ പോർഷൻ കേട്ടോ. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക.